ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. മൈ അല്ല, അവർ, ഞങ്ങളുടെ, അതായത് എൻ്റെയും നിലമോളുടെയും ഇന്നത്തെ ഒരു ഹാഫിനെ കണക്കാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ രാവിലെ നില അംഗൻവാടി പോകുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അതിനുശേഷം വന്നിട്ട് കുറച്ച് നേരം ഒരു ഈവനിങ് ടൈമാണ് ഇപ്പം. അപ്പോൾ ചായ കുടിയും, അപ്പോൾ പുറത്തുനിന്ന് കുറച്ച് അവൾ കളിക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഗൈസ്, അങ്ങനെ രാവിലെ തന്നെ നിലേന അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10:15 ആയിട്ടുണ്ടായിനി. 10 മണിക്കാണ് അംഗൻവാടി പോകേണ്ടത്. എന്നാലും ഇവളെ ഭയങ്കര മടിയായിരുന്നു. രാവിലെ എണീച്ചെറിയ മടിയാണ്. നടത്തം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ മടി. അങ്ങനെ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അംഗൻവാടിയിൽ പോകുന്ന വഴിയെല്ലാം നല്ലൊരു റോഡായിരുന്നു, കോൺക്രീറ്റ് ചെയ്തിട്ട്. പിന്നെ എന്തോ പണി, സൈഡിൽ എന്തോ പൈപ്പിടലോ എന്തോ പണി നടന്നുകൊണ്ട് ഇപ്പം ഭയങ്കര അലങ്കോലാക്കിയിട്ടേ ഇല്ലേ. അങ്ങനെ എന്തൊക്കെയോ നാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. വരുമ്പം പൂ പറിക്കണം, മഞ്ചാടി ഉണ്ട് അത് പറിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അംഗൻവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കാണുന്നത് ഒരു ഗുളികൻ്റെ അറയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അംഗൻവാടിയിലേക്ക് അങ്ങനെ പോയി. അംഗൻവാടി കയറിയതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇതിപ്പോൾ കാണുന്നത് വൈകുന്നേരം ഞാൻ ഇവളെ അംഗൻവാടിയിൽ നിന്ന് തിരിച്ച് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇവക്കെന്ന് പറഞ്ഞാൽ അമ്മേനെ കാണുമ്പോൾ ഒരു പ്രത്യേകതരം അന്നേരം ഗുരുത്തക്കേട് വെല്ലം വരും. പിന്നെ അംഗൻവാടിയുടെ തൊട്ട് ബാക്കിൽ തന്നെ മഞ്ചാടി മരവും നിറയെ മഞ്ചാടി കുരുക്കളുണ്ടായിരുന്നു. അപ്പം പിള്ളേരെല്ലാം അത് പറക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും നിലയും കൂടി അതിങ്ങനെ കുറേ പെറുക്കിക്കൊണ്ടിരുന്നു. അപ്പം പറക്കുന്ന പിള്ളേർ എൻ്റെ കയ്യിൽ കൊണ്ടുതരുവാണ്. ഇത് നിലേൻ്റെ മമ്മിക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പിള്ളേരിങ്ങനെ എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്നത്. അപ്പം നിലയാണെങ്കിൽ ഇത് പെറുക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. മക്കളെല്ലാം കൊണ്ടുതരുവാണ്. ആൻറ്റിക്ക് തരുമോ ചോദിക്കുമ്പോൾ ഇത് ആൻറ്റിക്ക് ഇപ്പം കയ്യിൽ കൊണ്ടുതരുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ നല്ല വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓരോരോ ആൾക്കാരെ അമ്മമാരും ആൻറ്റിമാരൊക്കെ വീട്ടിൽ നിന്ന് കൂട്ടാൻ വന്നിട്ട് എല്ലാവരും പോവുകയായിരുന്നു. അപ്പം നമ്മളും നല്ല തിരിച്ചു. അങ്ങനെ നമ്മൾ വരുന്നതൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെ എത്തിയത് നമ്മളിതാ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് വീഡിയോ എടുത്തത്. വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയാൽ പിന്നെ ഉള്ളിലേക്ക് കയറാനുള്ള ഭയങ്കര മടിയാണ്. എന്തൊക്കെയോ ഇങ്ങനെ കാടൊക്കെ പറക്കുന്ന തിരക്കില്ല. പിന്നെ നേരെ ഉള്ളിലേക്ക് വന്ന് കുളിച്ച് ഫ്രഷായി ഒരു ചായ ഇട്ടിട്ട് നമ്മൾ രണ്ടാളും പുറത്ത് പോയി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. ഇന്ന് പിന്നെ മഴയും കാര്യങ്ങളൊന്നും, നല്ല വെയിലായിരുന്നു. വെയിലും അതിനണക്കായ ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചായ കുടിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് സൈക്കിളിൽ ഉരുട്ടണം, സൈക്കിൾ എടുത്തുകൊണ്ട് തരുമോയെന്നല്ലോ ഉണ്ടോ. അതാ ഹായ് പറയുന്നുണ്ടോ. അങ്ങനെ പിന്നെ നമ്മൾ രണ്ടാളും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടില്ലേ, നില ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ബിസ്ക്കറ്റാണ് കഴിക്കുന്നത്. പക്ഷെ അതിൻ്റെ നടുക്കില്ലേ ആ ക്രീം മാത്രം എടുത്തിട്ട് ബിസ്ക്കറ്റ് വെറുതെ അവിടെ ചപ്പിയിട്ട് അവിടെ ഇടും. ഇതാണ്ട അടുത്ത് തന്നെ ഒരാളെയും വെച്ചിട്ടുണ്ട്, സൈക്കിൾ വിട്ടതാണ്. അതിൽ പോയിരിക്കണം എന്നുണ്ട്, എന്നാൽ ബിസ്ക്കറ്റ് കഴിക്കണം എന്നുണ്ട്. പക്ഷെ രണ്ടും നടക്കാത്തതുകൊണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ ഞാൻ ഇരിക്കാം, അമ്മയൊന്ന് തള്ളിത്തരുമോ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തള്ളാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തള്ളുമ്പോഴാണെങ്കിൽ പിന്നെ ചായ കുടിക്കണം എന്നും പറഞ്ഞു. ചായ കുടിക്കുന്നിട്ട് ഇറങ്ങിയിട്ട് ചായ പിന്നെ ആദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ സൈക്കിൾ ചവിട്ടിക്കോളെന്നും പറഞ്ഞിട്ട് ചായ കുടിയും കഴിഞ്ഞിട്ട് നേരെ എടുത്ത് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. പക്ഷെ ആൾക്ക് നടക്കാത്തതുകൊണ്ട് ഇടയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട്, ഇടയ്ക്ക് കരച്ചിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞ കണക്കാ എന്താ ഈ അവസ്ഥ. ചവിട്ടുന്നുണ്ട് പക്ഷെ അത് എങ്ങോട്ടേക്കും നീങ്ങുന്നില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്നെ മതിയാക്കിയിട്ട് ആദ്യം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ബിസ്ക്കറ്റ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസ്ക്കറ്റ് മാത്രം ഇങ്ങനെ ചായയിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇന്ന് വണ്ടി കൊണ്ട് പോകാത്തതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടായി അടുത്ത പരിപാടി. എന്താണെന്ന് വെച്ചാൽ ഇത് ഓടിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇതാണെന്ന് ഓടിക്കാൻ എനിക്കറിയോ, അവൾക്കറിയോ, ആർക്കും അറിയില്ല. അങ്ങനെ ചുമ്മാ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുറേ നേരം അഭ്യാസങ്ങളായിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അത് വെച്ചാൽ എപ്പോഴും വണ്ടീൻ്റെ മുകളിൽ അങ്ങനെ കയറ്റി നിർത്താറില്ല, പാർക്ക് ചെയ്ത് വെച്ച് വണ്ടീൻ്റെ മുകളിൽ അങ്ങനെ കയറ്റി നിർത്താറില്ല. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. എന്നിട്ട് എന്നോടും പറഞ്ഞു,
അമ്മയൊന്ന് കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെയും പിടിച്ച് കയറ്റി ഇരുത്തി. എന്നിട്ട് അതിന് ശേഷം നില അതിൻ്റെ ബാക്കിൽ കയറിയിരുന്നു. ബാഗ് കയറി ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി വണ്ടി സ്റ്റാർട്ടാക്കിക്കോ, പോയിക്കോ, നമുക്ക് പോവാം, നമുക്ക് പോയിട്ട് ചോക്ലേറ്റ് മേടിച്ചിട്ട് വരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അന്നേരം. പിന്നെ അതിൻ്റെ ചിരിയും കളിയും കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബാക്കിൽ കയറിയിരുന്ന് എന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ച് ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിന് ശേഷം പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോണും മേടിച്ചിട്ട് സ്വന്തം തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഹലോ ഗൈസ്, നമ്മൾ ചായ കുടിക്കുകയെന്ന്, പിന്നെ സന്ധ്യ ആവാറായി, ഇരുട്ടാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചിരിക്കുന്നുണ്ട്. അവൾക്ക് തന്നെ അവളെ കാണുമ്പോൾ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അമ്പിളിയമ്മ വന്നിട്ടുണ്ട് ആകാശത്ത്, അമ്പിളിയമ്മനെ നോക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിന് ശേഷം എന്നോട് പറഞ്ഞു നമുക്ക് ബോൾ എടുത്തിട്ട് കളിക്കാമെന്നല്ലോ. അതിൻ്റെ നമ്മൾ രണ്ടാളും കൂടി ബോൾ എടുത്തിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചവിട്ടി വിടുന്നത്. ചവിട്ടിലെവിടെയോ ബോൾ എവിടെയോ എന്ന് പറഞ്ഞാണ്. അങ്ങനെ പിന്നെയും ഇവൾ ഇതെന്ത് പരിപാടി വെച്ചാൽ അത് മതിയാക്കിയിട്ട് പിന്നെ ആ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഉന്തിക്കൊണ്ട് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റ കുതുന്ന വിഷമം കണ്ടിട്ട് ഞാൻ പറഞ്ഞു അമ്മ തള്ളിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാനെടുത്തിട്ട് കുറച്ച് നേരം അതെടുത്തിട്ട് തള്ളിക്കൊണ്ടിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിന് അവൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ കാട്ടുമുല്ല നിറയെ പൂത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഇത് കണ്ടപ്പോൾ നീല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, അവൾക്ക് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് പൂവ് മാല കെട്ടി കൊടുക്കണമെന്ന്. അപ്പം അന്നൊരു അംഗൻവാടി പോകുന്ന ടൈമിൽ പറഞ്ഞുകൊണ്ട് അതിനെ പറ്റില്ല. അതെന്താ വീണേ? അപ്പം നമുക്ക് ഇപ്പം ബാക്കിയുള്ളത് പറിച്ചിട്ട് കരയല്ല പറിച്ചിട്ട് വെള്ള തലയിൽ വെക്കാൻ വേണ്ടി നാളെ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കാം അല്ലേ. നല്ല സ്മെല്ലാണ് ചോദിക്കി, ഒരു അപാര സ്മെല്ലാണ് കൈസ്. അങ്ങനെ നാളെ അംഗൻവാടി പോകുമ്പോൾ തലയിൽ വെച്ചുകൊണ്ട് പോവാൻ പൂവ് വേണമെന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂ നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രാത്രി ആകുമ്പോഴാണ് പൂക്കുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ല്, നമ്മളെ റൂമിൽ വരെ എത്തി ഇതിൻ്റെ സ്മെല്ല്. അങ്ങനെ നമ്മൾ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളും പെറുക്കുന്നുണ്ട്. അവളാണ് നിലത്ത് കൊഴിഞ്ഞ് വീണതൊക്കെ പെറുക്കുന്നത്. മുകളിലതൊക്കെ ഞാനും പെറുക്കി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പെറുക്കിയിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുത്തരുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് നാളത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് അമ്മ അത് കോർത്തതാന്നൊക്കെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ടാറ്റാ ബൈ ബൈ പറഞ്ഞേ. പ്ലൂം അടിക്കും.